ഫ്ലാഷ് ബാക്ക്. തിരുവനന്തപുരത്തിന്റെ അഭിമാനം പറഞ്ഞില്ലേ ഡയമണ്ട് മോതിരം ഇത് ഞാനിടുന്നതല്ല കറക്റ്റ്. കൂടെ വാ. ഇതാരെങ്കിലും പറഞ്ഞറിഞ്ഞ് ഇപ്പൊ വരും പുന്നാര മരുമോൻ. എന്നാടാ അനുമോൾക്ക് ചിത്രചേച്ചി കൊടുത്ത ഒരു സമ്മാനം, ഒരു ഡയമണ്ട് റിങ്. അത് ഈ പറയുന്നത് പോലെ വലിയ സംഭവമൊന്നുമല്ല. എന്തോ സംഭവമുണ്ട്, എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. സ്റ്റേജിൽ കിടന്ന് വെറുപ്പിച്ചു കൊന്നപ്പോൾ ശല്യം ഒഴിവാക്കാനായി ഒരു തട്ടിപ്പ് പരിപാടി നടത്തിയതാണ്. അല്ലാതെ അത് ഡയമണ്ടും അല്ല, ഒരു കോപ്പും അല്ല. ആ ഒരു കമന്റ് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി ഒരു വീഡിയോ പോലും ചെയ്യുകയുണ്ടായി. ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അങ്ങനെ വെറുപ്പിച്ച് ലാസ്റ്റ് അവിടെ ഇനിയിപ്പോ സ്ക്രിപ്റ്റ് ആണോന്നും അറിയാൻ പാടില്ലേ. കാരണം അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് അനുമോളൊരു പ്രോഗ്രാമിന് കൊണ്ടുപോകും. അങ്ങനെ ഏഷ്യാനെറ്റിന്റെ പരിപാടി ആകുമ്പോ പിന്നെ അങ്ങനെ വലിയ പേയ്മെന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. ഇപ്പൊ പറയാൻ പറ്റൂലേ, പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടിന് 20,000 30,000 40,000 രൂപയ്ക്കും കിട്ടൂല്ലോ. ഡയമണ്ട് മുതൽ കിട്ടാതിരിക്കൊന്നുമില്ലല്ലോ. തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നെ കരുന്നില്ലാന്നുള്ളൂ. അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. ഒരു പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കണ്ടസ്റ്റൻസ് പോകുന്ന സമയത്ത് ഒരു 50 രൂപ 40 രൂപ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിന് ആകുമ്പോൾ അങ്ങനെ കൊടുക്കും. അതിലും കൂടുതലൊന്നും കൊടുക്കാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതിന് വിന്നറല്ലേ, സ്ക്രിപ്റ്റഡ് പ്ലാൻഡ് ഐറ്റം ആണോ നമുക്ക് പറയാൻ പറ്റൂല. എന്റെ അസുഖത്തിന് ഒരു കുറവില്ലേ? കുറവുണ്ട്, മരുന്ന് നന്നായിട്ട് കുറയുന്നുണ്ട്. ഞാനെങ്കിലും അല്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് ഇത് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. നമ്മൾ കാണുന്നത് നമ്മളെ മുന്നിൽ ഇത് റിയൽ ആണെന്ന് പറഞ്ഞാണല്ലോ കാണിച്ചു തരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും വെറുപ്പിച്ച് വാങ്ങിയ ഒരു ഐറ്റം ആണത്. നീ വിഷമിക്കാണ്ടി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. വീണ്ടും ഇതും ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഷോയില്, എങ്ങനെ നിങ്ങൾ സഹിച്ചു ഇതിന് ഇത്രയും ദിവസം? സമ്മതിച്ചു, സ്റ്റേജിൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനമൊക്കെ അടിച്ചിട്ട് നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇതും ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഷോയില്, എങ്ങനെ നിങ്ങൾ സഹിച്ചു ഇതിന് ഇത്രയും ദിവസം? സമ്മതിച്ചു, സ്റ്റേജിൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനമൊക്കെ അടിച്ചിട്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങള് 100 ദിവസം ഈ അനുമോളോട് മത്സരിച്ചിട്ടാണ് തോറ്റതെങ്കിൽ അതൊരു തോൽവിയല്ല, അത് നിങ്ങളുടെ വിജയമാണ്. 100 സെക്കൻഡ് പിടിച്ചേക്കാൻ പറ്റിയിട്ടില്ല. അത് അപ്പോൾ ഏകദേശം ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തന്നെ താൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് അവിടെ നടന്നതെങ്കിൽ ചിത്രചേച്ചി അവിടെ നടത്തിയത് ഒരു ഫേക്ക് കളിയാണ്. അനുമോളുടെ ഹേറ്റേഴ്സ് ആയിരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഇത് ഫേക്ക് ആണ്, ഇതൊരു ആർട്ട് റിംഗ് ആണ്, അല്ലാതെ ശരിക്കും ഡയമണ്ട് അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. ഇനിയിപ്പോൾ സായി കുറച്ചുകൂടി മുൻപോട്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇനി അഥവാ ഡയമണ്ട് റിംഗ് ആണെങ്കിൽ പോലും നിസ്സാരം 20,000 30,000 40,000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് റിംഗ് കിട്ടുമല്ലോ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. സായി ഈ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നിങ്ങൾ ഈ സംസാരിച്ചു വരുമ്പോൾ ഇവിടെ ഏറ്റവും അധികം നിങ്ങൾ അധിക്ഷേപിക്കുന്നത് അനുമോൾ എന്ന വ്യക്തിയല്ല, പകരം ചിത്രചേച്ചിയാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇനി അഥവാ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ഒരു കള്ളത്തരം കാണിക്കുവാൻ ഏഷ്യാനെറ്റ് പറഞ്ഞാൽ ചിത്രചേച്ചി ആ ഉടായിപ്പിനും തയ്യാറാകുന്ന വ്യക്തിത്വമാണ് എന്നുള്ളതാണ് നിങ്ങൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. KS ചിത്രയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അനുമോൾക്കെതിരെയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അത് എവിടെയൊക്കെ പോയി കൊള്ളാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിൽ വേണമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുവാൻ. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. അത് നല്ല വീക്ക് കിട്ടുമ്പോ മാറിക്കോളും. നിങ്ങളുടെ ഈ ഡയലോഗുകളൊക്കെ ആ പാവം ചിത്രചേച്ചി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരുടെ മനസ്സിനകത്ത് എന്തു വേദനയായിരിക്കും ഉണ്ടാവുക. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല.
വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ശേഷം ആ ഗതികേട് കണ്ടിട്ട് ചിത്ര ചേച്ചി വിളിച്ചിത് കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാത്രം കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരായിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം ഇത് എപ്പിസോഡ് ഫുള്ള് കണ്ടവർക്ക് അറിയാം അതെന്തുകൊണ്ട് അവിടെ കൊടുത്തു, എന്തിനു കൊടുത്തു എന്നുള്ളതൊക്കെ. വിധി പോലും വിറച്ചുപോയി. നാലാമത്തത് കഴിച്ച് പറഞ്ഞാൽ പകുതിയാക്കി വേണമെങ്കിൽ അതും കഴിഞ്ഞ് കഴിക്കുമായിരുന്നു. ഇനിയും പറയടാ നിന്റെ ധ്യാനത്തിന്റെ കഥ. അയ്യോ എനിക്കിപ്പോ ബോധം പോവും. ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അനുമോള് ദുബായിലുണ്ട്, മിഥുന്റെ കൂടെ. മിഥുനോട് തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഡയമണ്ട് റിംഗ് തന്നു. ഇപ്പോഴും പലരും പറയുന്നത് ഞാൻ എന്നെ ഓർമ്മിക്കരുത്. പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ചിത്ര ചേച്ചിയുടെ അതിന്റെ കാര്യം കൂടി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാണ്. അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് സ്വറോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ്. പകരം അത് കൊടുത്തേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോ ചിത്ര ചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്ര ചേച്ചിക്ക് അത് സാധിച്ചില്ല. കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. മിഥുന്റെ ഈ മറുപടി വാക്കുകൾ സീക്രട്ട് ഏജന്റിന്റെ അണ്ണാക്കിൽ അടിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഉണ്ടാവില്ല. എടാ ശ്രീധരനുണ്ണി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. അങ്ങനെ ചിത്രേച്ചി പറഞ്ഞു. ചിത്രേച്ചിയുടെ കയ്യിൽ കിടന്ന സ്വറോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾ കൂരി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ. കേട്ടോ പലർക്കും അത് ഭയങ്കര ഡൗട്ട്. കാരണം വെറുതെ ആർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയാക്കി കുറച്ച് പേര്. അവർക്കുള്ള മറുപടി ഞാൻ ബിനു ചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. ചുരുക്കം പറഞ്ഞ സോമനൂളയായി. എതിരഭിപ്രായങ്ങളും ഒക്കെ തോന്നിയേക്കാം. പക്ഷെ മറ്റൊരാൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഫേക്ക് ആണെന്നും അത് ഒറിജിനൽ അല്ലെന്നും ഇത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്നും പിന്നെ സ്ക്രിപ്റ്റ് ആണെന്നും എന്തൊരു നിലപാടാണെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. എടാ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അല്ല എന്തോ ഒന്നും മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. ഇങ്ങാട്ടിക്കടാ, വലത്താട്ടിക്കടാ, വലത്താട്ടിക്കടാ പന്നി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.